ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭക്ഷണശേഷം അല്പം മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ട്? അത്തരക്കാർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പുഡിങ്ങാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകും സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ളൊരു പുഡിങ്ങാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പുഡിംഗ് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് തേങ്ങയാണ് വേണ്ടത്. ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത തേങ്ങ ഈ മിക്സിയിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഇത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ജ്യൂസൊക്കെ അരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് തേങ്ങയിലുള്ള പാല് മുഴുവൻ നമുക്ക് എടുക്കണം. ഇതിനായിട്ടൊരു അരക്കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാല് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്യാം. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. കട്ടകളൊന്നുമില്ലാതെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ വെള്ളം ഒന്ന് ചൂടായി പഞ്ചസാരയൊന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കോൺഫ്ലവറുമായിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ട് കൈ തൊടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇതിനി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനി ഒരു 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് തടവിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒരു സ്പൂണ് കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് 2-3 മണിക്കൂർ മാറ്റി വെക്കാം. ഇതിനി തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങും സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു പുഡിങ്ങാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.